ഓക്കെ. ഇന്ത്യ രാജ്യം ഒരു മഹാദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഇന്ന് ജീവിതം ഇല്ലാതാവുകയാണ്. ജനവാസ കേന്ദ്രങ്ങളിൽ തെരുവ് പട്ടികളും വന്യമൃഗങ്ങളും അതോടൊപ്പം തന്നെ കുരങ്ങുകളും വിലസി നടക്കുകയാണ്. അവ പെറ്റുപെരുകി മനുഷ്യക്കായും അംഗസംഖ്യയായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഈവൻ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും എന്തിനു പറയുന്നു, ഇപ്പോൾ എയർപോർട്ടിലടക്കം തെരുവ് പട്ടികൾ വാഴുകയാണ്. മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നൊരവസ്ഥ. സാധാരണക്കാർക്ക് ജീവിതമില്ല. പാവപ്പെട്ട സ്ത്രീകൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പാവപ്പെട്ട കുട്ടികൾക്ക്, നടന്നു പോകുന്ന കുട്ടികൾക്ക് സ്കൂളുകളിൽ പഠിക്കുവാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും ഭയാനകമായി വരികയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്നിപ്പോൾ. ഇവിടെ ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ ശ്രദ്ധിക്കുകയാണ്. ആ വീഡിയോന് തലക്കെട്ട് റീലായിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. അതിന് തലക്കെട്ട് ഇതാണ്: അവൾ അനാഥയാണ്, എന്നാൽ അവൾ സുരക്ഷിതയാണ് എന്ന തലക്കെട്ടിലൂടെ ഒരു വീഡിയോ ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് അവർ കാണിക്കുന്നതെന്ന് വീഡിയോ നിങ്ങൾക്ക് കാണാം. ഒരു കൊച്ച്, 10 വയസ്സുള്ള ഒരു കൊച്ചിനെ കൊണ്ട്, അത് ചേരിയിലൊരു കൊച്ചായിരിക്കും, ആ കൊച്ചിനെ കൊണ്ട് തെരുവ് പട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്ത് രാവും പകലും പട്ടിയോടെ നടക്കുക, പട്ടിയുടെ ഉറങ്ങുക, പട്ടിയോടെ കളിക്കുക, അങ്ങനെ കൊച്ചിന്റെ ജീവിതം മുഴുവനും തെരുവ് പട്ടികളുടെ കൂടെ നടത്തുകയാണ്. അതെല്ലാം വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരാണ്? ഒരു ചോദ്യം ചോദിക്കുന്നതാണ്, ആരാണ് ഇങ്ങനെ ചെയ്യുന്നത്? വേറെ ആരുമല്ല. ഇവിടെ ഈ മൃഗസ്നേഹികളും നായസ്നേഹികളും അല്ലെങ്കിൽ കപട സ്നേഹികൾ എന്ന് പറയുന്ന ഈ കൂട്ടര് മരുന്ന് കമ്പനി, പേവിഷബാധ മരുന്ന് കമ്പനി ലോബികളായിട്ട് അവരുടെ ബിനാമിയായിട്ട് ഇറങ്ങി തിരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മുഴുവനും തെരുവ് പട്ടികളും കുരങ്ങുകളും വിലസണം. ഇതാണ് അവരുടെ ലക്ഷ്യം. ഈ ഗൂഢലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധരെ തന്നെ ഇവിടുന്ന് മാറ്റണം, അവരെ ഒറ്റപ്പെടുത്തണം, അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു, ഈ കൊച്ചിനെ അവർ പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ 10 വയസ്സ് പ്രായമുള്ള കൊച്ച് ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. എന്താണ് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ? ആ കൊച്ചിന്റെ മൗലികാവകാശം അവർ നേടി കൊടുക്കുന്നുണ്ടോ? ആ കൊച്ചിനെ കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ആ കൊച്ചിനെ പട്ടികളുടെ കൂടെ വിട്ടേക്കാണ്. അപ്പൊ ഈ കൊച്ചിനെ കൊണ്ട് പട്ടിയുടെ നടക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, പട്ടിയുടെ കളിക്കുന്നു, അതെല്ലാം വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിനർത്ഥം പട്ടിയെ സ്നേഹിച്ചാൽ പട്ടിയെ തിരിച്ചു സ്നേഹിക്കും എന്ന് ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ഇവര്. അപ്പൊ ജനങ്ങള് തെരുവ് പട്ടികളോട് മിങ്കിൾ ചെയ്യണം, തെരുവ് പട്ടികളോട് കമ്പനി ആവണം. തെരുവ് പട്ടികൾ ഒരു എന്താ പറയാ, അവരും ഈ രാജ്യത്തിന്റെ സ്വത്താണ്, മനുഷ്യർക്കുള്ള അവകാശം തെരുവ് പട്ടികൾക്കുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ തെരുവ് പട്ടികളെ സ്നേഹിക്കുക, അവരോട് വിലസണം. ഈ ഗൂഢ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവരെ ശരിക്കും പറഞ്ഞാല് അവരെ ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് പുറത്തു കടത്തണം. ഇവിടെ ജനങ്ങൾക്ക് ജീവിതം ഇല്ലാണ്ടായി. എത്രയോ പാവപ്പെട്ട ജനങ്ങളാണ് ഇന്ന് ദിവസേന പേവിഷബാധ മരുന്ന് കുത്തിവെച്ച് നടക്കുന്നത്. എത്രയോ പേരെയാണ് തെരുവ് പട്ടികൾ കടിക്കുന്നത്, കുരങ്ങുകൾ കടിക്കുന്നത്. എത്ര പേർക്കാണ് ഇന്ന് ജീവിതം പോയിരിക്കുന്നത്? ഇവൻ പറയുന്നത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ കേരളത്തിലെ 2 കൊച്ചുമക്കള്, 2 മാലാക പെൺകുട്ടികള്, 5ഉം 7ഉം വയസ്സ് പ്രായമുള്ള 2 കൊച്ചു പെൺകുട്ടികളെ ഈ തെരുനായ്ക്കൾ മാരകമായി മുറിവേൽപ്പിച്ച് അതിന്റെ പിന്നിൽ വിഷബാധയ്ക്ക് മരുന്ന് കുത്തിവെച്ചിട്ട് പോലും അത് ഏൽക്കാതെ പേവിഷബാധ ഏറ്റ് മരണപ്പെട്ട ദാരുണ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരുന്ന സംഭവമല്ലേ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്. ഇതുപോലെ എത്രയോ ആളുകളാണ് ഇന്ത്യ രാജ്യത്ത് ദിവസേന ഇങ്ങനെ ഈ തെരുവ് പട്ടികളുടെ ആക്രമണം കൊണ്ട് ഇങ്ങനെ ജീവിതം പാഴായി പോണത്. അപ്പോൾ ഇതെല്ലാം അവസാനിപ്പിക്കണം. എന്തുകൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല? ഇത് 2001 വരെ തെരുവ് പട്ടികളെ കൊല്ലാമായിരുന്നു. ഞാൻ കറുകുറ്റി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു 1987-88 കാലഘട്ടങ്ങളിലൊക്കെ. അന്ന് എന്റെ വാർഡില്, എന്റെ എടക്കുന്ന് എന്ന പ്രദേശമാണ് എന്റെ വീട്. അവിടെ 9ാം വാർഡില് ഞാൻ മത്സരിച്ച് ജയിച്ചു. അവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി. അപ്പോൾ എന്റെ വാർഡില് തെരുവ് പട്ടിയെ കാണുമ്പോൾ ഞാൻ അതിനെ കൊല്ലുവാൻ വേണ്ടി പട്ടിപിടുത്തക്കാരെ ഏൽപ്പിക്കുന്നു. അവർക്ക് 50 രൂപയാണ് അന്ന് ഒരു പട്ടിയെ കൊല്ലാൻ കൊടുക്കുന്നത്. ഇത് പഞ്ചായത്ത് അനുമതിയോടെ കൊടുക്കുന്നതാണ്, രഹസ്യമായിട്ടല്ല. അത്രയ്ക്കും നിയമം വരെ ഉണ്ടായ സംഭവം. 2001 ഇവിടെ കുറെ ഈ മൃഗസ്നേഹികളും അവരൊപ്പം തന്നെ കുറെ പേവിഷ മരുന്ന് കമ്പനി ലോബികളും ഒത്തുചേർന്നുകൊണ്ട് ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു വിധി സമ്പാദിച്ചു 2001. ആ വിധിയിൽ പറയുന്നത് തെരുവ് പട്ടികളെ കൊന്നാൽ ശിക്ഷാർഹമാണെന്ന്. അതുകൊണ്ടുകൂടി എന്ത് പറ്റി, ഇവിടെ ഈ തെരുവ് പട്ടികളെ ഇങ്ങനെ വിലസാൻ തുടങ്ങി. ഇവിടെ വന്ധീകരണം, ABC റൂളൊക്കെ പറയുന്നുണ്ടല്ലോ. എവിടെയാണ് നടക്കുന്നത് വന്ധീകരണം, ABC റൂള്? എത്ര കോടി രൂപയാണ് ഇതിനുവേണ്ടി ഇപ്പോൾ ചെലവഴിക്കുന്നത്? എവിടെ പോയി പൈസയൊക്കെ? ഏതെങ്കിലും പട്ടിയെ വന്ധീകരിച്ച് അത് വിജയിച്ചിട്ടുണ്ടോ? എന്താണ് വന്ധീകരണം? വന്ധീകരിച്ച പട്ടികളെ മുഴുവനോട് മാറ്റാമെന്ന്. ഇനി ഒരു ചോദ്യം, വന്ധീകരിച്ച പട്ടികൾ കടിക്കുകയില്ലേ? ആ വന്ധീകരിച്ച പട്ടികൾക്ക് പേവിഷബാധ ഉണ്ടാവുകയില്ലേ? ഇവിടെ ഒരു സർവേ എടുത്തപ്പോൾ
തെരുവിൽ അഞ്ഞെടുക്കുന്ന പട്ടികളിൽ 50% പട്ടികൾക്കും പേവിഷബാധയുണ്ട്. 50% പട്ടികൾക്കും പേവിഷബാധ സർവേയിൽ പറയുന്നു. ഞാൻ പറയുന്നു മുഴുവൻ തെരുവ് പട്ടികൾക്കും പേവിഷബാധ ഉണ്ടാവും. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കമാണ്. ഒരു തെരുവ് പട്ടിക്ക് പേവിഷബാധ എല്ലാ പട്ടികൾക്കും വരികയാണ്. അപ്പോൾ അത്രയ്ക്ക് മാരകമായ ഈ ക്രൂര സംഭവങ്ങൾ എന്തുകൊണ്ട് ഗവൺമെന്റ് തടയുന്നില്ല? അധികാരികൾ എന്തുകൊണ്ട് ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്നില്ല? എന്തുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും രംഗത്ത് വരുന്നില്ല? എല്ലാവരും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. അതിന്റെ കാരണം ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇതാണ്. ഇവിടെ തെരുവ് നായകളെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെരുവ് നായകൾ മനുഷ്യർ കടിക്കുമ്പോൾ ഉടനെ നമ്മളെല്ലാവരും ശപിക്കുന്നത് മേനകാ ഗാന്ധിയാണ്. മേനകാഗാന്ധിയാണ് തെരുവ് നായകളുടെ അംബാസിഡർ എന്ന രീതിയിൽ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മേനകാഗാന്ധിയെ ശപിക്കുന്നു. ഉടനെ എന്ത് സംഭവിക്കുന്നത്? മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. എന്താണ്? മേനകാഗാന്ധി കാരണമാണ് ഈ പട്ടികൾ ഇങ്ങനെ വളരുന്നതും ഇവിടെ പട്ടി കടിക്കുന്നതും. അതുകൊണ്ട് അവരുടെ വോട്ട് പോകില്ല. മേനകാഗാന്ധി BJPയുടെ നേതാവായ കാരണം വോട്ട് പോണത് ആരുടെയാണ്? BJPയിലാണ്. അപ്പോൾ ഒരു വോട്ട് രാഷ്ട്രീയമാണ് അവിടെ നടക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പാവം ജനങ്ങളെ ഇങ്ങനെ എന്താ പറയാ നിരാശയിലാക്കുന്ന, അല്ലെങ്കിൽ പാവം ജനങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന ഈ സംഭവം നമുക്ക് എടുത്ത് മാറ്റണം. മാറ്റിയേ പറ്റൂ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, കേരളത്തിലെ 99.9% ജനങ്ങളും ഒരേ അഭിപ്രായം പറയുന്നവരാണ്. എന്താണ് അഭിപ്രായം? തെരുവ് പട്ടികളെ ജനവാസഗതികളിൽ മാറ്റണം, അവരെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്നവരാണ് കേരളത്തിലെ 99.9% ആളുകളും. പിന്നെ എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയോട് പ്രത്യേകം പറയുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾ സർവകക്ഷി യോഗം വിളിക്കൂ. ഇതിനൊരു പരിഹാരം കാണുവാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കൂ. കേരളത്തെ നമുക്ക് മാതൃകയാക്കാം, ഇന്ത്യയുടെ മാതൃക സംസ്ഥാനമാക്കാം. കേരളത്തിലെ മുഴുവൻ തെരുവുപട്ടികളെ ഇവിടെ നിന്ന് മാറ്റാം. എവിടേക്ക് മാറ്റാം? നമുക്ക് വേണ്ട വനപ്രദേശമുണ്ട്, വേണ്ട സ്ഥലമുണ്ട്. അവിടേക്കെല്ലാം തെരുവുപട്ടികൾക്ക് ഡോഗ് പാർക്കുകളോ ഡോഗ് ഷെൽട്ടറുകളോ എല്ലാം നിർമ്മിച്ച് അങ്ങോട്ട് മാറ്റണം. അതിനെല്ലാം ഇവിടെ സംവിധാനങ്ങളുണ്ട്, അതിനുവേണ്ടി സ്പോൺസർ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്താൽ നമ്മുടെ കേരളത്തെ ഒരു മാതൃകയാക്കിയിട്ട് കേരളത്തിലെ ജനങ്ങളെ നമുക്കിവിടെ സുരക്ഷിതരാക്കാം. അതിനുവേണ്ടി സർക്കാർ അടിയന്തരമായി മുന്നോട്ട് വരണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി പോരാത്തൊരു